കൊലപ്പെടുത്താനുള്ള ശ്രമമോ അല്ലെങ്കിൽ കൊലപ്പെടുത്തുന്ന നീക്കമോ ഭീഷണി അത്തരം എന്തെങ്കിലും അനുഭവം ഒരുപാടുണ്ട്. ഒന്ന് ഞാൻ പറയാം, ധാരാളം അനുഭവങ്ങളുണ്ട്. ഒന്ന് നമ്മുടെ ഈ ജയകൃഷ്ണനെ പോലീസ് ഒരു ദിവസം അകാരണമായി അറസ്റ്റ് ചെയ്തു. CPM ഒരു അക്രമം നടത്തിയ ഒരു സ്ഥലത്ത് നമ്മുടെ പ്രവർത്തകന്മാരുടെ വീട്ടിൽ പോയതാണ്. പത്തായക്കുന്ന് എന്ന് പറയും, പാനൂരിനടുത്ത്. അവിടെ ചില വീടുകളിൽ പോയി നമ്മൾ പ്രവർത്തകരെ കാണാൻ പോയതാണ്. അവിടെ നിന്ന് ഒരു പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. ഒരു കാര്യം, ജയകൃഷ്ണനെ അറസ്റ്റ് ചെയ്തു. അപ്പം ഞങ്ങളൊക്കെ അറിയുന്ന ഒരു 7 മണിക്കാണ് അറിയുന്നത് രാത്രി. കൂത്തുപറമ്പ് പോലീസ് സ്റ്റേഷനിലാണ് ഈ ജയകൃഷ്ണൻ ഉള്ളത് എന്നറിഞ്ഞു. അതിനുശേഷം ജയകൃഷ്ണനെ കാണാൻ വേണ്ടിയിട്ട് രാത്രി അവിടെ പോയി. എത്തുമ്പോൾ 8-9 മണിയായി. ആ സമയത്ത് മറ്റ് BJPയുടെയും RSSൻ്റെയും മറ്റ് അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള പ്രവർത്തകരും ചുമതലക്കാരൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് പിന്നെ വലിയ പ്രശ്നങ്ങളുണ്ടായി പോലീസ് സ്റ്റേഷനകത്ത്. അന്നൊരു കൊയിലാണ്ടി ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു DYSP ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് അറസ്റ്റ് ചെയ്തത്. അദ്ദേഹത്തോട് സംസാരിച്ചു, ഞങ്ങൾ ജയകൃഷ്ണനെ കാണണം എന്ന് പറഞ്ഞു. അപ്പോൾ കാണിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതുപോലെ നല്ല സംസാരമായിരുന്നു. കാണിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ കാണണം എന്ന് നിർബന്ധം പിടിച്ചു, അല്ലേ പോകില്ല എന്ന് പറഞ്ഞു. അവസാനം കണ്ടപ്പോഴാണ് മനസ്സിലാകുന്നത് വളരെ ക്രൂരമായിട്ട് മർദ്ദിച്ചിരുന്നു. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ട് ഞാനന്ന് സ്റ്റേറ്റ് പ്രസിഡൻ്റാണ്, യുവമോർച്ചയുടെ വൈസ് പ്രസിഡൻ്റാണ് അയാൾ. അത് ആ സമയത്ത് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും പോർവിളിയും പോലീസ് സ്റ്റേഷനിൽ വെച്ച് തന്നെ ഉണ്ടായി. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഒരു 11 മണിക്ക് ഇറങ്ങി ഒരു ജീപ്പിൽ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് CPMൻ്റെ ശക്തി കേന്ദ്രമായിട്ടുള്ള ഈ പാട്യം എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങളെ വണ്ടി തടഞ്ഞു നിർത്തി. പിന്നെ മുന്നിലും പിന്നിലും മാരകായുധങ്ങളുമായിട്ട് CPMകാർ. അതിൽ ചില ആളുകൾ ഞങ്ങൾക്ക് അറിയാവുന്നവരാണ്. ഏതായാലും മരണം മുന്നിൽ കണ്ടു. കാരണം രക്ഷപ്പെടാൻ പോലും സാധ്യമല്ല. ഇനി മരിച്ചാൽ പോലും ബോഡി കൊണ്ടുപോകാൻ പോലും ആരും ഉണ്ടാവില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഏതാനും അവർ എല്ലാ 4 ഭാഗത്തും വാഹനത്തിന് 4 ഭാഗത്തും ആയുധധാരികളായിട്ടുള്ള അവരുടെ ആളുകൾ വന്നു. ആക്രമണം പിന്നെ എറിയാൻ, അതായത് ബോംബ് ഉപയോഗിച്ച് വാഹനത്തിൽ എറിയാൻ ഞങ്ങൾ കാണുന്നുണ്ട്, കൈയുയർത്തുന്നുണ്ട്. ആ സമയത്താണ് ഇതേ DYSP അതിന് തൊട്ടടുത്ത് സംഘർഷം നടക്കുന്നു എന്ന വിവരം അറിഞ്ഞിട്ട് രാത്രി വലിയ വാഹന വ്യൂഹമായിട്ട് വരുന്നത്. അപ്പോൾ ഇവരോടി. അങ്ങനെ മരണത്തിൻ്റെ മുമ്പിൽ നിന്നും രക്ഷപ്പെട്ടൊരു സംഭവമായത്. ശരിക്കൊരു 5 മിനിറ്റ് വൈകിയിരുന്നെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉണ്ടാവുന്നില്ല.